ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും മോംസ് കുക്ക് ഹൗസിലേക്ക് വീണ്ടും സ്വാഗതം. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ഈസി ആയിട്ട് നമുക്ക് പനീർ വീട്ടിൽ എങ്ങനെ റെഡിയാക്കി എടുക്കാം എന്നതിനെ പറ്റിയാണ്. അപ്പോൾ നമുക്കതിൻ്റെ വീഡിയോ ഒന്ന് കാണാം. കുഴപ്പമില്ലാത്ത പാലാണ് നമ്മൾ ഇതിനു വേണ്ടി യൂസ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് വിചാരിക്കുന്ന ക്വാണ്ടിറ്റി പനീർ കിട്ടില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ഫുൾ ഫാറ്റ് മിൽക്ക് വാങ്ങാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പം ഞാനൊരു പാനിലേക്ക് 2 ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിളച്ച് വരണം. മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് തന്നെ തിളപ്പിച്ചെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ അടിക്കൊന്നും പിടിക്കാതിരിക്കാനായിട്ട് നോക്കണം കേട്ടോ. പാലപ്പോൾ തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ലോ ഫ്ലെയിമിലേക്ക് ആക്കാം. നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്യാം. ഒരു 2 മിനിറ്റ് ഇതുപോലെ തന്നെ തിളച്ച് വരണം. അതിനുശേഷമാണ് നമ്മൾ ഇതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കേണ്ടത്. അപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇനി ഇതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഞാൻ 3 നാരങ്ങയുടെ നീരാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഏകദേശം ഒരു 6 ടേബിൾ സ്പൂൺ ഉണ്ടാവും കേട്ടോ. അപ്പോൾ അത് കുറേശ്ശെയായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലേക്ക് നാരങ്ങ നീര് ആഡ് ചെയ്ത് മിക്സ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും, പാല് പിരിയുന്നതായിട്ട് കാണാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇത് ഫുള്ളായിട്ട് പിരിഞ്ഞ് വെള്ളവും പനീറുമായിട്ട് സെപ്പറേറ്റ് ആവുന്നത് വരെ മിക്സ് ചെയ്യാം. ഓവറായിട്ട് മിക്സ് ചെയ്യരുത്, ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഓവറായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഈ പനീറൊക്കെ സ്പ്രെഡായിട്ട് പോകും. അപ്പോൾ ഇതാ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് വരുന്നത് കാണാം. സെപ്പറേറ്റ് ആയില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ കുറച്ചുകൂടെ നാരങ്ങാനീര് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇപ്പോൾ നാരങ്ങാനീര് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വിനാഗിരിയും എടുക്കാം, പക്ഷെ കൂടുതൽ ബെറ്റർ നാരങ്ങാനീര് തന്നെയാണ് കേട്ടോ. ഇനി നമുക്കിതൊന്ന് ഫിൽറ്റർ ചെയ്തെടുക്കണം. അതിനായിട്ട് ഞാനൊരു ബൗളിൻ്റെ മുകളിൽ ഒരു അരിപ്പ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിലായിട്ട് ഒരു കോട്ടൺ തുണിയോ അല്ലെങ്കിൽ തോർത്തോ അങ്ങനെ എന്തെങ്കിലും ഇതിലേക്ക് ഒന്ന് വെച്ച് കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന പിരിഞ്ഞ പാല് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാ ഇതുപോലെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ ഇതാ ഈ വെള്ളത്തിന് ഒത്തിരി ഗുണങ്ങളുള്ള വെള്ളമാണ്. നമ്മുടെ ശരീരത്തിന് ആവശ്യമായിട്ടുള്ള പ്രോട്ടീനൊക്കെ അടങ്ങിയിട്ടുള്ള ഒരു വെള്ളമാണ് കേട്ടോ ഇത്. ഇനി ഇത് നല്ലതുപോലെ ഒന്ന് പിഴിഞ്ഞ് ഇതിലെ വെള്ളം ഒന്ന് കളയാം. നമ്മൾ പിഴിഞ്ഞാലും ഇതിലെ വെള്ളം മുഴുവനായിട്ട് പോവില്ല. അപ്പോൾ ഒരു സ്റ്റെപ്പ് കൂടെ ചെയ്യണം. അപ്പം ഞാനൊരു ബൗൾ വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ ഒരു സ്ട്രെയിനറും കൂടെ വെക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ നേരത്തെ എടുത്ത അരിപ്പ തന്നെ ഇതുപോലെ ഒന്ന് കുഴിച്ചിട്ട് വെച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ഈ പനീർ ഞാൻ ഇതിലേക്ക് വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പനീർ അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും ചരിയൊന്നുമില്ലല്ലോ. ഇതിൻ്റെ മുകളിൽ വെയിറ്റ് വരുമ്പോൾ സൈഡിലേക്കൊന്നും പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ ഈ ഒരു അരിപ്പയിൽ വെച്ച് കൊടുക്കുന്നത്. ഇനി നമുക്ക് ഈ പനീറിൻ്റെ മുകളിലായിട്ട് കുറച്ച് വെയിറ്റ് ഉള്ള എന്തെങ്കിലും വെച്ച് കൊടുക്കണം. അപ്പം ഞാനൊരു പാനിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ആ പാനാണ് ഇതിൻ്റെ മുകളിലായിട്ട് വെച്ച് കൊടുക്കുന്നത്. കുറച്ച് വെയിറ്റ് കയറ്റി വെച്ചാൽ മാത്രമേ ഇതിൽ നിന്ന് ഫുള്ളായിട്ടുള്ള വെള്ളം പോവുള്ളൂ. അതിന് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. ഇനി ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. ഒരു 2.5 മണിക്കൂറിന് ശേഷം നമുക്കിത് നോക്കാം. അപ്പോൾ 2.5 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്നു നോക്കാം. അപ്പം നമ്മുടെ പനീർ കാണുമ്പോൾ തന്നെ അറിയാം നല്ല ഭംഗിയുണ്ട് കാണാനായിട്ടല്ലേ. അപ്പം നമുക്കിതൊന്ന് കട്ട് ചെയ്തും കൂടി നോക്കാം. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള പനീറാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. നമ്മൾക്ക് മാർക്കറ്റിൽ നിന്നൊക്കെ വാങ്ങിക്കുന്നതിനേക്കാളും ഹെൽത്തി ആയിട്ടും ടേസ്റ്റി ആയിട്ടും നമ്മുടെ വീട്ടിൽ തന്നെ പനീർ റെഡിയാക്കി എടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ഓൾ എന്ന ബെല്ലൈക്കൺ കൂടി ഒന്ന് പ്രസ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോസൊക്കെ ഒന്ന് ഷെയർ ചെയ്യുക. നമ്മളപ്പോൾ ഈ പനീർ വെച്ചിട്ട് അടിപൊളി ഒരു റെസിപ്പി ആയിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം. അപ്പോൾ ഓക്കെ, ബൈ, താങ്ക് യു.